റിയലി ഗുഡ്. മേക്കിങ്ങും ആക്ടിങ്ങും സിനിമ എന്താ പറയുക ക്യാമറയും ഒക്കെ ഫെന്റാസ്റ്റിക് ആയിരുന്നു. ഐ റിയലി ലവ്. നമ്മൾ ടൈം ലൂപ്പുള്ള ഇങ്ങനത്തെ ചിത്രങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കണ്ട സമയത്ത് അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ഇത് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ വേറെ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു തീം ബേസിൽ. ബട്ട് ദെൻ ഐ തിങ്ക് ദിസ് വാസ് ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ലാസ്റ്റ് വരെ എനിക്ക് ഗസ് ചെയ്യാനേ പറ്റില്ല. ലൈക്ക് വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട് ആ ത്രില്ലർ അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. പടം നല്ല പടം. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ നമ്മളത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് തോന്നിയില്ല ഒട്ടും. ഒരു ആക്ടേഴ്സ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാം ഒന്നിനോടൊന്നും മെച്ചപ്പെട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആക്ടിങ് അടിപൊളി. രണ്ടുപേരും സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. ഇതെടുക്കണ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് കേട്ടോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ റൺ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ലൈക്ക് റിയലി നൈസ്. മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല ആ സമയത്ത്. ഐ വാസ് തിങ്കിങ് ഇറ്റ് ഹാസൻ കം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവസാനം ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇവൻ എങ്ങനെ കൊല്ലും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ദ്രോഹിയാണ്, എന്ത് വൃത്തിയായിട്ടാണ് മരിച്ചത്. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഡിഫറെൻറ്റ്. ലൈക്ക് സോ ഐ വാസ് ലൈക്ക് ഓക്കെ നൈസ്. അങ്ങനെ അല്ല, നമ്മൾ ആക്ച്വലി ഇങ്ങനെ വരുമെന്ന് നമ്മളും ഇങ്ങനെ വരുന്നതല്ലല്ലോ വിചാരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എടുക്കാം, പക്ഷേ നല്ല ക്വാളിറ്റിയിൽ എടുക്കണം, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ വിടണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് റിലീസാകുമ്പോൾ നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം തിയേറ്റർ എക്സ്പീരിയൻസ് തോന്നുന്ന രീതിയിൽ കാർഡൊക്കെ ഭംഗിയായിട്ട് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കാണുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു കുറച്ചും കൂടിയിട്ട് ഒരു പടം ആക്കായിരുന്നല്ലോ, പക്ഷേ ഫോർ ലൂപ്പിന് കൂടുതൽ വർക്കാവുമില്ല. പിന്നെ നമ്മളങ്ങനെ തുടങ്ങിയ സമയത്ത് അത് ചിന്തിച്ചില്ലല്ലോ. പിന്നെ പെട്ടെന്ന് കേട്ടിറങ്ങി അതുകൊണ്ട് ചെയ്യാൻ ഇല്ല, അത് കഥയാണ്, സ്ക്രിപ്റ്റാണ്. അത് ചിത്തു എഴുതിയത് അങ്ങനെയാണ്. അതുകൊണ്ട് അതിലങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല. എന്നോട് ഫസ്റ്റായിട്ട് ഇങ്ങനെ എപ്പോഴും പറയാം, എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഡയറക്ടേഴ്സ് ഉള്ളവരോട് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇവൻ എന്നോട് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റോറി. 1, 2, 3, 4 അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല, അത് ഉറപ്പാണ്. കാരണം മതി, പടം ലൂപ്പിലായി പോയി. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഇനി ചെയ്യില്ല. ലൊക്കേഷൻ ആ ഒരു കാർഡ്. ബ്രോ, എന്തുകൊണ്ടാണ് വരുത്തുപോക്ക് എന്നുള്ള പേര്? വരുത്തുപോക്ക് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങിപ്പോകുന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾ ലൂപ്പിൽ പെട്ടുപോവാണ്, കറങ്ങിപ്പോവാണ്. കാരണം ഇതിൻ്റെ ബേസിക് തോട്ടെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ 180 seconds ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവൾ മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഈസ് മൈ കില്ലർ എന്ന്. അവൾ ആ 4 ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ തോട്ട്. അപ്പോൾ ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഈ ദേവി കോൺസെപ്റ്റ് തന്നെയാണ്. ലൂപ്പിൽ പെട്ടുപോകുന്നു എന്നൊരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ് ഈ ഒരു പേര് വെക്കാൻ കാരണം. തമിഴില് ഗെയിം എന്നൊരു മൂവി ഉണ്ട്, അതിലൊക്കെ ഇൻസ്പയർഡ് ആണ്. ട്രയാങ്കിള് കുറേ ഒരുപാട് ലൂപ്പ്, അത് ജോണറാണ്. അങ്ങനെ ഇൻസ്പയർഡ് എന്നല്ല, ഓഫ്കോഴ്സ് എല്ലാ ലൂപ്പ് സിനിമകളും ഇൻസ്പയർഡ് തന്നെയാണ്. ഞാനിപ്പോൾ ഹാപ്പി ഡെഡ് ഡേ 2, 1 എന്നൊക്കെ പറഞ്ഞ മൂവി ഉണ്ട് ഇംഗ്ലീഷിൽ, ഭയങ്കര ഫാനാണ്. ഇൻസ്പയർഡ് ആണ്. റൺ ലോല റൺ, ഒരു ജർമ്മൻ മൂവി ഉണ്ട്, 93 പടം, നല്ല ഉഗ്രം പടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതൊറ്റ പടം ലൂപ്പ് അവിടെ നിർത്തി. ഇൻസ്പയർഡ് ആണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതോടെ വേണമെങ്കിൽ നിങ്ങളെല്ലാം ഗ്രൂപ്പായിട്ട് ഷെയർ ചെയ്തോളൂ. ഇതിലിപ്പോൾ ഈ ത്രോട്ട് എന്ന് പറഞ്ഞത് ഇപ്പം ഈ ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്നെ ആരാണ് കൊല്ലുന്നത് അയാൾ, അതാണല്ലോ ത്രോട്ട് അല്ല. അവൾ ആ സ്റ്റാർട്ടിങ്ങിൽ ആ കിസ്സിങ്ങിൽ ഒരു ഫിംഗർ കാണിക്കുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു സാധനം നോക്ക് ചെയ്ത് ഒരു കയ്യിലൊരു പ്ലാസ്റ്റിക്, എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. ആ ഒരു പോയിന്റിൽ തന്നെ അവൾ മരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ആ മരണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ബ്രെയിൻ, നോർമൽ ഒരു മനുഷ്യൻ മരിച്ചാൽ 180 സെക്കൻഡ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള കാലങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും ആ 180 സെക്കൻഡിൽ. ആ ഒരു തോട്ടാണ് വാട്ട് ഇഫ് അവളുടെ കില്ലറെ കണ്ടുപിടിച്ചുകൂടാ എന്നൊരു തോട്ടിലാണ് അങ്ങനെ ഒരു സാധനം എഴുതിയത്. ഓക്കെ, താങ്ക് യു.